കടന്നു വന്നതിന് ശേഷം പറയടാ, എഴുതടാ, നിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നീ ചെയ്തതായ എല്ലാ കാര്യങ്ങളും എഴുതാൻ പറയുക. നിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സകലമായ കാര്യങ്ങളും എഴുതാനും പറയുമ്പോ ആ മനുഷ്യനെ പറയുമല്ലോ, എഴുതാൻ എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ പേപ്പറില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ. ആ സമയത്ത് ആ മലക്ക് പറയുമല്ലോ, നിന്റെ കഫംകുട വേണ്ടല്ലോ, നീ പേപ്പറാക്കടോ, നിന്റെ ഉമിനീരുണ്ടല്ലോ, നീ മഷിയാക്കടോ, നിന്റെ ചൂണ്ടുകളുണ്ടല്ലോ, അത് നീ പേനയാക്കി നിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും എഴുതാൻ പറയുമ്പോഴാ എന്റെ പ്രിയപ്പെട്ടവരെ, എഴുതിയെ പറ്റി വേറെ മാർഗമില്ല. നിന്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു അവിടെ ഓർമ്മയിൽപ്പെടുത്തുക. നിന്റെ എല്ലാ കാര്യങ്ങളും നീ ഇന്ന മിനിറ്റിൽ ഇന്ന സമയത്ത് എന്താണ് ചെയ്തിട്ടുള്ളത് കൃത്യമായി അല്ലാഹു നിനക്ക് ഓർമ്മയിൽ നൽകുന്നതാണ്. ആ കാര്യങ്ങൾ മുഴുവൻ നീ എഴുതിയതിനു ശേഷം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടെ പഠിപ്പിക്കുകയാണ്. അത് ആ മലക്കങ്ങ് വാങ്ങിച്ച് കയറിയിട്ട് നിന്റെ കഴുത്തിലേക്ക് അണിഞ്ഞു തരുകയാ. എന്നിട്ട് ആ മലക്കങ്ങ് പോകുകയാ. അവിടെയും ഒരു കിതാബായി. അള്ളാഹുവിൻ്റെ മുന്നിൽ വേറൊരു കിതാബുണ്ട്. അത് നീ ജനിക്കും മുമ്പേ അള്ളാഹു നീ എന്തൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ജീവിക്കും എല്ലാം രേഖപ്പെടുത്തിയതായ ഒരു കിതാബുണ്ട്. നീ നാളെ കടന്നു പോകുമ്പോൾ ആ കിതാബ് അള്ളാഹു നിനക്ക് തരും. ആ കിതാബ് വലം കയ്യിൽ കിട്ടിയാൽ നീ വിജയിച്ചു. പക്ഷെ ഇടത് കൈയിലോ ഈ പറഞ്ഞ വേറെ രണ്ട് രീതിയിലാണെങ്കിൽ വല്ലാത്ത അതുപരമായ ലോകമാണ്. അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ